പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിൽ തന്നെ കൂൺ വിത്ത് ഉണ്ടാക്കിയതാണ്. പണി പാളിയെന്നല്ല, പണി പഠിച്ചു വരുന്നു. അപ്പോൾ ഇതാണ് ആദ്യം ഉണ്ടാക്കിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു 10 രൂപ താഴെ മാത്രമേ ആകത്തുള്ളൂ നമുക്കിതിന്. ഇപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഏകദേശം 100 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് അടുത്താവും. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഞാൻ ആദ്യം ഓൺലൈനിൽ വിത്ത് വാങ്ങിയിട്ടുണ്ടാക്കിയതായിരുന്നു. അതിനകത്തുനിന്ന് ഉണ്ടാക്കി എടുത്തതാണ്. ഇത് ആദ്യം ഉണ്ടാക്കി, അത് കംപ്ലീറ്റ് ഫെയിലായി. ഇത് രണ്ടാമത് ഉണ്ടാക്കിയത്. അപ്പം ഇത് നമുക്ക് ഏകദേശം ഉപയോഗിക്കാം. ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത് ചെറിയ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് വളരെ ഈസിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങൾ നമ്മൾക്ക് ഗോതമ്പ്, അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോളമാണ്. ഗോതമ്പ് 80 രൂപയാണ്, അപ്പോൾ ചോളം 30 രൂപയുള്ളൂ കിലോയ്ക്ക്. അതുകൊണ്ട് ചോളം വാങ്ങിച്ചു. ചോളം ഏത് ധാന്യമാണോ എടുക്കുന്നത് അത് നല്ലപോലെ കഴുകി 12 മണിക്കൂർ വെള്ളത്തിൽ കൂത്ത് വയ്ക്കുക. അതിനുശേഷം അത് 1 മണിക്കൂർ വെള്ളത്തിൽ തന്നെ ഇട്ട് വേവിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ വെള്ളം ഊർത്തി കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഉണക്കിയെടുക്കുക. നല്ലപോലെ ഉണക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് ഉണക്കരുത്, തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അതിനുശേഷം അത് ഈ രീതിയിലുള്ള കുപ്പികളിലാക്കിയതിന് ശേഷം പിന്നെയും സ്റ്റീം ചെയ്യണം. അതായത് ഞാനിത് ആ ഒരു സ്റ്റെപ്പ് മറന്നുപോയതില്ല. അത് പെട്ടെന്നുള്ള ആ കാര്യം ചെയ്തപ്പോൾ ആ സ്റ്റെപ്പ് ചെയ്തില്ല. അതിനകത്ത് അങ്ങനെ വന്നതാണ് ഇത് മൊത്തം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം ഇവിടെ സ്റ്റീം ചെയ്ത് ഒരു 3 മണിക്കൂറോളം ചെയ്യണം. ഞാനിപ്പോൾ ഏകദേശം ഇതൊരു 2 മണിക്കൂറാണ് സ്റ്റീം ചെയ്ത്. കുക്കറിലോ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലോ അതിനകത്തൊക്കെ ചെയ്താൽ മതി. വേറൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ഇതിപ്പം ഇത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ മൊത്തം സ്റ്റെപ്സും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഒരു 3 മണിക്കൂറോളം സ്റ്റീമിൽ വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ വാങ്ങിക്കുന്ന കൂണോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ കൂണിൻ്റെ ഒരു 2-3 ചെറിയ പീസുകൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോഴേക്കും ഈ രീതിയിലാവും. ഇതിപ്പം ഒരു 30 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾക്ക് നടാനുള്ള ബെഡ് ഉണ്ടാക്കാനുള്ള നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉറച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എയറിലുള്ള ആ മൈക്രോൺസ്, ചെറിയ ബാക്ടീരിയ പോലും ഇതിൻ്റെ അകത്ത് കയറി നമ്മൾക്ക് പണി തരാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എത്രത്തോളം വൃത്തിയായിട്ട് ഹൈജീനായിട്ട്, അതായത് കൈകളാണെങ്കിലും നമ്മളിതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ആൽക്കഹോളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വളരെ ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ചെറിയൊരു പാർട്ട് ഇത്രയും, ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് ഉപയോഗിക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് അടുത്ത ഒരു ബെഡിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. വേറൊരു വീഡിയോയിൽ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സ്റ്റെപ്പുകളൊക്കെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം.